നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? അതെ, ഞാൻ പറഞ്ഞോളാം സത്യമേ. ദേ, ആ സമയത്ത് കിടന്ന് ഓടാൻ വയ്യ, അതുകൊണ്ടാ പിന്നെ എടുത്തു പറയുന്നത്. ഡാ വിഷ്ണു, നീ എങ്ങോട്ടേ പോകുന്നത്? അവിടെ നിക്ക്. എന്ത്? കല്യാണ ഡ്രസ്സിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ നീ ഒന്നും മറുപടി പറഞ്ഞില്ല. നീ ഇന്ന് പോകുന്നുണ്ടോ? അല്ല, ഇന്നിപ്പോ പോകുന്നുണ്ടോ ഇല്ലയോ? നീ തനിയെ പൊയ്ക്കോളാന്ന് പറയുന്നെങ്കി അത് വേണ്ട. ഞാനും കൂടി വരുന്നുണ്ട്. കാർത്തികേ, നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. ആ, എവിടെ കാർത്തിക? എവിടെ? ഞാനിവിടെ ഉണ്ട് സത്യമേ. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമോളെ. വാ മോളെ, നീ റെഡി ആയിക്കോ. ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ രണ്ടുപേർക്കും മേടിക്കാം. പിന്നെ വരുന്ന വഴിക്ക് ആ ജ്വല്ലറിയിൽ ഒന്ന് കയറണം. ഡിസൈൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. അങ്ങനെ കാർത്തിക ഖദർ മണ്ഡപം വരെ എത്തി. ഇനിയൊന്ന് കാലെടുത്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. എന്നെ പടിയിറക്കി ശാലിനിയെ ആ സ്ഥാനത്തേക്ക് കൂടിയിരുത്താമെന്ന് കരുതിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് ഞാൻ കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയെടുത്ത നേട്ടമാണ്. ഇനി ഇതിലൊരാളും വന്ന് തലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ സത്യമേ മുന്നിൽ നിർത്തി ഞാൻ അതിനെ തരണം ചെയ്തോളാം. ഇനി എന്റെ സമയമാ. ഒത്തിരി പേരെ നിലയ്ക്ക് നിർത്താനായി ഈശ്വരൻ കനിഞ്ഞു നൽകിയ എന്റെ മാത്രമായ സമയം. എന്റെ കൂടെയുള്ളത് കൃഷ്ണ ഭഗവാനാ. ഇത് നടത്തില്ലെന്ന് വാക്ക് തന്നിരിക്കയ. എനിക്ക് ഉറപ്പുണ്ട് ആ വാക്ക് കണ്ണൻ തെറ്റിക്കില്ല. വരൂ. ചേച്ചിയമ്മേ, ചേച്ചിയമ്മേ, എന്താ ശാലിനി, എന്തോ പുതിയ കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ആരെ ഇവര്? അവളെ വിളിക്ക്, ആ കാർത്തികെ. ഞാൻ പറയുന്ന കഥയുടെ ബാക്കി പറയേണ്ടത് അവളാണ്. പപ്പി, പപ്പി, നീ അകത്തോട്ട് പോയി. അകത്തു പോവാനാ പറഞ്ഞത്. സത്യമേ, ചേച്ചിയമ്മ. ശ്യാമേ, ഇവിടെ അകത്തോട്ട് കൊണ്ടുപോ.
വാ മോളെ. അവളും കൂടെ കാണേണ്ട കാഴ്ചയായിരുന്നു സത്യമ്മേ. കാർത്തികേ, മോളെടി നിക്കവിടെ. ഇങ്ങോട്ട് വാ കാർത്തികേ, ചോദിക്കട്ടെ. ഈശ്വര, കൃഷ്ണ പരീക്ഷിക്കില്ലേ? എന്തെങ്കിലും പറയാൻ നല്ലൊരു കള്ളം എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ. അറിയാമെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും. ആരാണെന്ന് പറഞ്ഞാൽ എല്ലാം തകരും. വന്നതും നിന്നതും പറഞ്ഞതും എല്ലാം. ഇങ്ങോട്ട് വരാൻ നീ ഇവരെ അറിയോ? നിന്നോടാ ചോദിച്ചത്. നീ ഇവരെ അറിയോ ഇല്ലയോ? ശാലിനി, നീ എന്താ പുതിയ നാടകം കളിക്കുകയാണോ? ഓ, കളക്ടർക്ക് ഇപ്പൊ പോലീസ് പണിയുണ്ടോ? കള്ളന്മാരെയൊക്കെ ചോദ്യം ചെയ്യുന്ന പോലെയാണല്ലോ നിന്റെ നിപ്പും ഭാവവും. ദേ, അതെ, ഈ വീട്ടിൽ വേണ്ട. ഇതെന്റെ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെണ്ണ, സത്യഭാമയുടെ മരുമകൾ. അത് ഇപ്പൊ മാനത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ ഇവളിങ്ങോട്ട്. ഇവിടെ എത്തും മുമ്പ്, അതായത് ആ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ കണ്ടെത്തുന്നത് വരെ ഇവളെവിടെയായിരുന്നു? ജനിച്ചതെവിടെ? മാതാപിതാക്കൾ ആര്? പറയട്ടെ ഇവള്. പറയൂ കാർത്തികേ, നിന്റെ അച്ഛനും അമ്മയും എവിടെ? നിനക്ക് ഇവരെ അറിയോ? പറയടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.